നമസ്കാരം. കൊട്ടാരക്കരയിൽ നിന്ന് 3 തവണ മത്സരിക്കാൻ സീറ്റ് കൊടുത്ത് ജയിപ്പിച്ച് സഭയിലേക്ക് അയച്ച പാർട്ടിയോട് ഐഷ പോറ്റിക്ക് ഇപ്പോൾ പരമപുച്ഛം. പരിഗണന കിട്ടുന്നില്ലത്രേ, നോട്ടീസിൽ പേരില്ലത്രേ. അങ്ങനെ എന്തൊക്കെയോ ക്യാപ്സ്യൂളുകൾ ഇറക്കി ഐഷ പോറ്റി കോൺഗ്രസുകാരിയുടെ കുപ്പായമിട്ടു. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കോൺഗ്രസ്, വയനാട് ദുരന്ത ബാധിതരെ പറ്റിച്ച കോൺഗ്രസ്, RSS ശാഖയ്ക്ക് കാവലി നിന്നവരുടെ കോൺഗ്രസ്, ഗോൾവാക്കറുടെ ജന്മശതാബ്ദി ദിനത്തിൽ തിരികൊളുത്തിയ കോൺഗ്രസ്. അന്ന് അവിടേക്ക് തന്നെയാണ് ഐഷ പോറ്റി പോയിരിക്കുന്നത്. വരവ് സതീശനും മനോരമയും തള്ളി മറിച്ചിട്ടുണ്ട്. സഖാക്കൾ ചവിട്ടിപ്പുറത്താക്കിയ ഒരു വേട്ടാവഴിയൻ ഒതായിലെ മാളത്തിൽ നിന്ന് ഏറിലും കയറിയിട്ടുണ്ട്. പ്രത്യയ ശാസ്ത്രത്തെക്കാൾ വ്യക്തിപരമായ ലാഭത്തിന് മുൻതൂക്കം നൽകുന്നവരെ മാവോ വിശേഷിപ്പിച്ചത് ക്യാപിറ്റലിസ്റ്റ് റോഡേഴ്സ് എന്നായിരുന്നു എന്ന് ഒന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഐഷ പോറ്റിയുടെ ഈ അവസരവാദ പൊളിറ്റിക്സിനെതിരെയുള്ള വിമർശനങ്ങൾ നമുക്ക് നോക്കാം. വാർത്തയിലേക്ക് വരും മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ. സ്വാർത്ഥനായ ഒരാൾ ഒരു രാഷ്ട്രീയത്തിലോ പ്രസ്ഥാനത്തിലോ വിശ്വസിക്കുന്നത് ആ ആശയത്തെ സ്നേഹിക്കുന്നത് കൊണ്ടല്ല, മറിച്ച് ആ പ്രസ്ഥാനം തന്റെ വളർച്ചയ്ക്ക് എത്രത്തോളം ഉപകരിക്കും എന്ന് നോക്കിയാണെന്ന് പണ്ടാരോ പറഞ്ഞത് ഐഷ പോറ്റിയുടെ കാര്യത്തിൽ സത്യമാണെന്ന് പറയാതെ വയ്യ. കൊട്ടാരക്കര നിയമസഭാ മണ്ഡലത്തിൽ തുടർച്ചയായ 7 വിജയങ്ങൾ നേടിയ കേരള കോൺഗ്രസ് ബി നേതാവായ R ബാലകൃഷ്ണപിള്ളയെ 2006 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തിക്കൊണ്ടാണ് ഐഷ പോറ്റി ആദ്യമായി നിയമസഭയിലേക്ക് എത്തിയത്. പ്രത്യേകം ശ്രദ്ധിക്കണം, ഐഷ ഒറ്റയ്ക്ക് നടന്ന് വോട്ട് ചെയ്യണേ എന്ന് പറഞ്ഞ് നടന്ന് നേടിയതല്ല ഈ വിജയം. പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച്, അതായത് പാർട്ടി ചിഹ്നം കൊടുത്ത് അതിൽ മത്സരിച്ച് സഖാക്കൾ വോട്ട് പിടിച്ച് നേടിക്കൊടുത്തതാണ് ഈ വിജയം എന്നുള്ള കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്. ഇതിപ്പോ ഇവിടെ പറയാൻ കാരണം എന്താണെന്നല്ലേ, കഴിഞ്ഞ ദിവസം മനോരമയിലിരുന്ന്, ഇപ്പൊ സ്വന്തം ചാനലാണല്ലോ, മനോരമയിലിരുന്ന് ഐഷ പോറ്റി പറയുന്നത് കണ്ടു. ബാലഗോപാലിന് വേണ്ടി വോട്ട് പിടിക്കാൻ ഞാൻ മുൻപന്തിയിൽ ഉണ്ടായിരുന്നുവെന്ന്. തീർച്ചയായും അത് വേണ്ടേ? 3 തവണ നിങ്ങൾ എങ്ങനെയാണ് MLA ആയത്? ഇതുപോലെ പലരും നടന്നു തന്നെയാണ്. പക്ഷെ അവരാരും ഇത്തരം വാദം ഉന്നയിച്ച് എവിടെയും നമ്മൾ കേട്ടിട്ടില്ല എന്ന് മാത്രം. കാരണം എന്താണ്? വ്യക്തിയല്ല പാർട്ടിയാണ് വലുതെന്ന് ആ സഖാക്കൾക്ക് നന്നായി അറിയാമായിരുന്നു. അവരാരും സ്വാർത്ഥ ലാഭങ്ങൾക്ക് വേണ്ടി ഇറങ്ങിത്തിരിച്ചവർ ആയിരുന്നില്ല. എന്നാൽ ഐഷയാകട്ടെ, തന്നെ എല്ലാം ആക്കിയ സ്വന്തം പാർട്ടിയെ കുഴിച്ചുമൂടാൻ എതിരാളികളുടെ പാളയത്തിൽ കയറി ഇപ്പോ ആയുധങ്ങൾ ഒരുക്കി കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ആ ഓട്ടത്തിലാണുള്ളത്. ഒരേ ഒരു ലക്ഷ്യം മാത്രം, കൊട്ടാരക്കര സീറ്റ്. ആ സീറ്റ് നൽകുമെന്ന് ഇന്നലെ മെമ്പർഷിപ്പ് സ്വീകരിക്കുന്ന ആ വേദിയിൽ ഐഷ പോറ്റിയുടെ പുതിയ നേതാവ്, അതായത് പുതിയ നേതാക്കൾ എന്നാണല്ലോ പറയാൻ കഴിയുള്ളൂ, കൊടിക്കുന്നിൽ സുരേഷിന്റെ ഒരു പ്രതികരണം ഇന്നലെ ഉണ്ടായിരുന്നുണ്ട്. ആ പ്രതികരണത്തിൽ എന്തായാലും വ്യക്തമാണ്. അപ്പൊ എങ്ങനെയാണ് ഐഷ പോറ്റി അങ്ങോട്ടേക്ക് പോയതെന്നൊക്കെ അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പോകുന്നതിന് കാരണമായി പറഞ്ഞതാണ് ഏറ്റവും രസകരമായിട്ട് തോന്നിയത്. നോട്ടീസിൽ പേരില്ല, പാർട്ടി തിരിഞ്ഞു നോക്കുന്നില്ല. ശ്രദ്ധിക്കണം, പാർട്ടി തിരിഞ്ഞവരും നോക്കുന്നില്ല, അവഗണിച്ചു എന്നൊക്കെയാണ് കേട്ടോ പ്രധാനമായിട്ടും പറഞ്ഞത്. 2011 2016 വൻ ഭൂരിപക്ഷത്തോടെയാണ് ഐഷയെ പാർട്ടി അഹോരാത്രം പണിയെടുത്ത് പ്രവർത്തിച്ച് ജയിപ്പിച്ചയച്ചത് എന്നുള്ള കാര്യം ഒന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ്. 3 വട്ടം MLA ആയ ശേഷം സീറ്റ് വെച്ചുമാറാൻ പറഞ്ഞെടുത്ത് നിന്നാണ് എല്ലാത്തിന്റെയും തുടക്കം എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. 2021 പാർട്ടി ഐഷ പോറ്റിയെ മാറ്റി KN ബാലഗോപാലൻ എന്തായാലും ഇത്തവണ മത്സരിക്കട്ടെ എന്ന് പറഞ്ഞു. അദ്ദേഹം മത്സരിക്കുമ്പോഴും മണ്ഡലം ഇടതിനൊപ്പം നിന്നു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആ സമയത്ത് ഐഷയെ മാറ്റിയത് UDF ഗുണം ചെയ്യും എന്നായിരുന്നു അവരുടെ UDF ക്യാമ്പിലെ പ്രധാനപ്പെട്ട ഒരു വിലയിരുത്തൽ. ബാലഗോപാലന്റെ വിജയം കണ്ട് എന്തായാലും കോൺഗ്രസുകാരും ആ സമയത്ത് വാവൊടിച്ചു പോയി. ഇതിനിടയിലാണ് നിരവധി നേതാക്കൾ CPM വിടാൻ സാധ്യത എന്ന വ്യാജ കുത്തിത്തിരിപ്പ് വാർത്തകൾ നമ്മുടെ മനോരമ അടക്കമുള്ള മാധ്യമങ്ങളിൽ പിറവിയെടുക്കുന്നത്. അന്ന് മുതലാണ് ഐഷ പോറ്റി കോൺഗ്രസ് വേദികളിൽ അടക്കം പ്രത്യക്ഷപ്പെട്ട് ഇടതുപക്ഷത്തിനെതിരെ മാധ്യമങ്ങളിൽ ഇങ്ങനെ അറിയാമല്ലോ വാർത്ത മെനയാനുള്ള അവസരം ഒരുക്കി കൊടുത്തത്. ഉമ്മൻചാണ്ടിയുടെ അനുസ്മരണ ചടങ്ങുമായി ബന്ധപ്പെട്ടൊക്കെ ആദ്യം ഐഷ പോറ്റി ഒന്ന് വേദിയിൽ വന്നിരുന്നു. അന്നേ നമുക്ക് തോന്നിയതാണ് എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നുണ്ടല്ലോ എന്ന്. എന്തായാലും UDF തുടരെയുള്ള പരാജയങ്ങൾ, തുടരെയുള്ള പല രീതിയിലുള്ള തകർച്ചകൾ കൊട്ടാരക്കര മണ്ഡലത്തിൽ ആവർത്തിച്ചപ്പോൾ ഇതിനിടയിൽ ഐഷ പോറ്റി പാർട്ടിയുമായി അകന്ന സാഹചര്യത്തിൽ എന്തായാലും ഐഷ പോറ്റിയെ ഉപയോഗിക്കാം, ഈ പാളയത്തിലേക്ക് കൊണ്ടുവരാം എന്ന് അവർ ചിന്തിച്ച് ചില ശ്രമങ്ങൾ നടത്തി. അത് വിജയിച്ചു എന്നാണ് ഈ വിഷയത്തിൽ പറയാനുള്ളത്. പാർട്ടി പ്രവർത്തനങ്ങളിൽ സജീവമല്ല എന്ന് കാട്ടി CPM കൊട്ടാരക്കര ഏരിയ കമ്മിറ്റിയിൽ നിന്ന് ഐഷയെ മാറ്റിയിരുന്നു. അപ്പോൾ പാർട്ടി ശ്രമിക്കാത്തതുകൊണ്ടൊന്നുമല്ല, ഈ ഒരു പാർട്ടിയിൽ നിന്ന് അകന്നതാണ് എന്ന് അതിൽ നിന്ന് വ്യക്തമാണ്. പിന്നീട് ഒരിക്കൽ മലയാള മനോരമയിൽ ഐഷ പോറ്റിയുടെ ഒരു അഭിമുഖം ഞാൻ വായിക്കുകയുണ്ടായി. ഭാവി പരിപാടി എന്താണെന്ന ചോദ്യത്തിന് അഭിഭാഷക എന്ന നിലയിൽ വീണ്ടും പ്രാക്ടീസ് ആരംഭിച്ചിട്ടുണ്ട് എന്നാണ് പറഞ്ഞത്. അതായത് എന്തുകൊണ്ട് ഇപ്പൊ പാർട്ടിയിലൊന്നും അങ്ങനെ പ്രവർത്തിക്കുന്നില്ല, ഇങ്ങനെ പുറത്താക്കി എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ഇതില് എനിക്ക് കുറച്ചുകൂടി ഒന്ന് ആക്റ്റീവ് ആവാൻ വേണ്ടിയാണ്, എന്റെ പ്രൊഫഷണൽ എന്ന രീതിയിലാണ് അന്ന് സംസാരിച്ചത്. പാർട്ടിയുമായി എന്താണ് പ്രശ്നമെന്ന് ആ ലേഖകൻ ചോദിക്കുന്നുണ്ട്. അന്ന് പറഞ്ഞത് നമ്മളൊക്കെ മാറിയാലേ പുതിയ ആൾക്കാർക്ക് വരാൻ പറ്റൂ എന്നാണ്. അതിൽ തന്നെ എന്നെ ഏറെ ആകർഷിച്ച ഒരു ചോദ്യവും ഉത്തരവും കാണാൻ സാധിച്ചു. അത് ഇങ്ങനെയാണ്: 3 തവണ MLA ആയെങ്കിലും മന്ത്രിസ്ഥാനത്തേക്ക് പരിഗണിച്ചില്ല. വനിതാ കമ്മീഷൻ അധ്യക്ഷ സ്ഥാനത്തേക്ക് പേര് കേട്ടിരുന്നു. പ്രയാസമുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഐഷ എന്ന് പറഞ്ഞ അഭിമുഖത്തിന്റെ ആ ഭാഗം ഞാനൊന്ന് വായിക്കാം. അതൊന്നും ഒരു കാര്യവുമല്ലെന്നേ, ഒന്നും അല്ലാതിരുന്നിട്ടും ഈ നാട്ടിൽ എന്തൊക്കെ കാര്യങ്ങൾ ഞാൻ ചെയ്തു,
പദവിയൊന്നും വേണമെന്നില്ല, ഞാൻ ഇതൊന്നും ആഗ്രഹിക്കുന്ന ആളല്ല, എല്ലാം പാർട്ടി എനിക്ക് ഇങ്ങോട്ട് തന്നതാണ്, ഞാനൊന്നും ചോദിച്ചു വാങ്ങിയിട്ടില്ല എന്നാണ് പറയുന്നത്. അതായത് ഇവരെ പരിഗണിച്ചിരുന്നുവെന്നും പാർട്ടി നല്ല രീതിയിൽ തന്നെ ഇവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുത്തിരുന്നുവെന്നൊക്കെ ഇതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഇതിപ്പോ ഞാൻ വായിക്കാൻ കാരണം നോക്കൂ, എല്ലാം പാർട്ടി ഇങ്ങോട്ടേക്ക് തന്നതാണ് എന്ന് പറഞ്ഞ ആളാണ് ഇപ്പൊ പരിഗണന കിട്ടിയില്ല, നോട്ടീസിൽ പേരില്ല എന്നൊക്കെ പറഞ്ഞ് കോൺഗ്രസിലേക്ക് പോയത് എന്നൊന്ന് കാണിക്കാൻ വേണ്ടി മാത്രം വായിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. മാത്രമല്ല, ഐഷ പോറ്റിയെ ഉപയോഗിച്ച് ഇലക്ഷൻ കണ്ടന്റ് ഉണ്ടാക്കി ഇടതുപക്ഷത്തിനെതിരെ വാർത്ത പ്രചരിപ്പിക്കാനുള്ള ഒരു ഓട്ടത്തിലാണ് UDF നിലവിലുള്ളത്. UDF ഇപ്പൊ കൊട്ടാരക്കര പിടിക്കാനുള്ള ശ്രമവും ഇതിനോടകം തന്നെ ഐഷയെ വെച്ചുകൊണ്ട് ആരംഭിച്ചിട്ടുണ്ട്. ഇങ്ങനെ തന്നെ വേണം സത്യം പറഞ്ഞ ഐഷ പോറ്റി നന്ദി കാണിക്കാൻ കേട്ടോ. 2006, 2011, 2016 ഈ ടൈമുകളിലൊക്കെ നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയും സഖാക്കളും ജയിപ്പിച്ച് MLA ആക്കി സഭയിലേക്ക് അയച്ചത് ആരെയാണ്? ഈ ഐഷ പോറ്റിനെയാണ്. എന്തൊരു അവഗണനയല്ലേ പാർട്ടി കാണിച്ചത്. അതായത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആക്കിയതിനു ശേഷം അതുപോലെ തന്നെ പാർട്ടി ജില്ലാ കമ്മിറ്റി അംഗമാക്കി, മഹിളാ അസോസിയേഷൻ എക്സിക്യൂട്ടീവ് തുടങ്ങി അങ്ങനെ നിരവധി പല പ്രധാന പദവിയിലും ഒക്കെ ഐഷയെ ഇരുത്തി. ഒരു രീതിയിലും പരിഗണിച്ചില്ലെന്ന്, ഒരു രീതിയിലും അവർക്ക് വേണ്ട സ്ഥാനങ്ങൾ കൊടുത്തില്ലെന്ന് അവഗണിച്ചു വന്നു. എന്തായാലും എന്ത് പറയാനാണ്. അപ്പൊ പിന്നെ തിരിച്ച് എന്തെങ്കിലുമൊക്കെ പാർട്ടിക്കും കൊടുക്കണ്ടേ. അങ്ങനെയാണ് ഐഷ പോറ്റി ഇങ്ങനെ ഒരു നല്ല ഒരു തിരിച്ചൊരു നന്ദി കാണിച്ചത്. LDF 3.0 എന്ന ചരിത്രത്തിലേക്ക് സാക്ഷ്യം വഹിക്കാൻ സഖാക്കളൊക്കെ ഒറ്റക്കെട്ടായി മുന്നേറുന്ന സമയത്ത് ഒന്ന് നൈസായിട്ട് കോൺഗ്രസിൽ ചേർന്നു എന്ന് വേണമെങ്കിൽ ഈ ആക്ഷേപഹാസ്യത്തോടെ ഐഷ പോറ്റി പോയതിനെ പറ്റി വേണമെങ്കിൽ പറയാം. എങ്ങനെയുണ്ട്? ഇതിനിടയിൽ പാർട്ടി ചവിട്ടി പുറത്താക്കിയ PV അൻവർ CPM ഒറ്റപ്പെടുമെന്നും ഒറ്റപ്പെട്ട് പിണറായിയും മരുമോനും മാത്രമാകുമെന്നും ഒക്കെ അടിച്ചു വിട്ടിട്ടുണ്ട്. അത് ഞങ്ങൾ അങ്ങ് സഹിച്ചു, നീ എന്തിനാണ് അത് പറഞ്ഞ് കരയുന്നതെന്ന് ഞങ്ങൾക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞ് സഖാക്കൾ ട്രോളിയതോടെ അൻവറും ഏറിലായിട്ടുണ്ട്. അൻവറിന്റെ പാർട്ടിയുടെ കാര്യം നോക്കിയാൽ പോലെ എന്തിനാണ് CPM-ലെ കൊഴിഞ്ഞു പോക്ക് അല്ലെങ്കിൽ CPM-ലെ ഇത്തരം പ്രശ്നങ്ങളെയൊക്കെ പറ്റി താങ്കൾ തലമുണ്ടാക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. എന്തായാലും മനസ്സ് മുഴുവൻ ഇവിടെയാണ് അല്ലെ. ഇനി പണ്ട് ചവിട്ടി പുറത്താക്കിയ വേദന ഇപ്പോഴും മാറിയിട്ടില്ല. എന്തായാലും നമുക്ക് ഇനി ഷുക്കൂർ വക്കീലിന്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുണ്ട്. അത് കണ്ടപ്പോൾ നിങ്ങളുമായി പങ്കുവെക്കണമെന്ന് തോന്നി, അതുകൂടി നമുക്കൊന്ന് വായിക്കാം. ബഹുമാനപ്പെട്ട ഐഷ പോറ്റി അവർക്ക്, മാഡം നമ്മൾ തമ്മിൽ പരിചയമില്ല, എന്നാലും മാഡം സംസ്ഥാന ഭാരവാഹിയായ ഓൾ ഇന്ത്യ ലോയേഴ്സ് യൂണിയനിൽ എനിക്കും അംഗത്വമുണ്ട്. പിന്നെ കേരള ബാർ കൗൺസിൽ എൻറോൾ ചെയ്ത ഒരു അഭിഭാഷകനുമാണ്. മാഡം ഇന്ന് കോൺഗ്രസിൽ ചേർന്നു. മാഡം വർത്തമാന കോൺഗ്രസിൽ എന്ത് സവിശേഷതയാണ് കണ്ടത്? രാഹുൽ മാങ്കൂട്ടത്തിനെ പോലുള്ള ഒരു ലൈംഗിക വൈകൃതന് അനേകം സ്ത്രീകളെ ലൈംഗികമായി ചൂഷണം ചെയ്ത് അവരെ നിർബന്ധിച്ച് ഗർഭം ധരിപ്പിച്ച് അതിനുശേഷം ആ ഗർഭത്തിന്റെ ഉത്തരവാദിത്വം നിഷേധിച്ച് അവരെ എല്ലാ നിലയിലും ആഴത്തിലുള്ള മാനസിക ട്രോമയിലേക്ക് താഴ്ത്തി ഭ്രൂണത്തെ കൊല്ലാൻ നിർബന്ധിക്കുന്ന ഒരാളെ MLA ആക്കിയ പാർട്ടിയിലേക്കാണ് മാഡം ഇന്ന് ചേർന്നത്. മൂന്നാമത്തെ കേസിൽ അയാളെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്ന് അയാളെ കോടതിയിൽ ഹാജരാക്കി ജനങ്ങൾ ചീമുട്ട അയാളുടെ നേർക്ക് വലിച്ചെറിയുന്ന അതേ സമയത്താണ് മാഡം അന്ന് അയാളുടെ സംരക്ഷകനായ KC വേണുഗോപാലിൽ നിന്നും മൂവർണ്ണ ഷാള് വാങ്ങിയത്. ഭ്രൂണങ്ങളെ ശ്വാസം മുട്ടിക്കുവാൻ രാഹുൽ മാങ്കൂട്ടം ഉപയോഗിച്ച അതേ മൂവർണ്ണ ഷാള് ഇന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ ഒരു വനിതാ ജില്ലാ പഞ്ചായത്ത് അംഗം ആ ലൈംഗിക വൈകൃതന് പിന്തുണ നൽകിക്കൊണ്ട് അയാൾക്കെതിരെ നിയമ നടപടിക്ക് ഒരുങ്ങിയ അതിജീവിതയെ പരസ്യമായി അപമാനിച്ചത്. അതായത് നമ്മുടെ ശ്രീനാദേവി കുഞ്ഞമ്മയെ പറ്റിയാണ് അദ്ദേഹം പേരെടുത്തു പറയാതെ ഇവിടെ വിമർശിച്ചത്. മാസങ്ങൾക്ക് മുമ്പാണ് ആ ജില്ലാ പഞ്ചായത്ത് അംഗം ആ പാർട്ടിയിലേക്ക് പോയത്. ആ പതാകയുടെ തണലിലേക്കാണ് മാഡം ഇന്ന് കടന്നു പോകുന്നത്. ഇന്നലെ അതിജീവിതകളുടെ വിഷയങ്ങൾ തൊട്ടറിഞ്ഞ മുഖ്യമന്ത്രി അവരുടെ വാക്കുകൾ ആലേഖനം ചെയ്ത കപ്പ് ഉയർത്തി ഐക്യദാർഢ്യം അറിയിച്ചതിനെ കൊല്ലം MP PR എക്സൈസ് എന്ന് അപഹസിച്ചതും ഇന്നാണ്. രാഹുൽ മാങ്കൂട്ടത്തിന് പിന്തുണ അർപ്പിക്കാനാണ് പ്രേമചന്ദ്രൻ MP അതിജീവിതയോട് ഐക്യപ്പെടുന്നതിനെ PR വർക്കായി കണക്കാക്കുന്നത്. ലോയേഴ്സ് യൂണിയനിലെ വനിതാ അഭിഭാഷകരുടെ നേതാവെന്ന നിലയിൽ അവരോട് നിരന്തരം ലിംഗസമത്വത്തെക്കുറിച്ചും ലൈംഗിക ചൂഷണത്തെക്കുറിച്ചും പറയുന്ന ആളെന്ന നിലയിൽ മാഡം പാലക്കാട് MLA ഇനിയും നിയമസഭയിൽ തുടരുന്നത് തെറ്റല്ലെന്ന് കരുതുന്ന ആ കോൺഗ്രസ് പാർട്ടി CPM-നേക്കാൾ എങ്ങനെയാണ് അങ്ങക്ക് ഭേദപ്പെട്ടതായി തോന്നിയത്? മാഡം ജീവിതം മുഴുവൻ സ്ത്രീ പദവിയെക്കുറിച്ചും ലിംഗനീതിയെക്കുറിച്ചും സ്ത്രീകൾ നേരിടുന്ന ലൈംഗിക ചൂഷണത്തെക്കുറിച്ചും പറഞ്ഞു നടന്ന അങ്ങ് കോൺഗ്രസിലേക്ക് വലതുകാൽ വെച്ച് കയറി. അതേസമയം തന്നെ ആ പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് ചരിത്ര ഭൂരിപക്ഷമായ 18,000 വോട്ടിന് ജയിച്ച ഒരു MLA തെരുവിൽ ചീമുട്ടയെറിഞ്ഞ് അയാളുടെ ലൈംഗിക വൈകൃതത്തിനെതിരെ ജനങ്ങൾ പ്രതിഷേധിച്ചിരുന്നു എന്ന് കൂടി അങ്ങ് ഓർക്കണമെന്ന് ഉണർത്തുന്നു. മാഡം ചരിത്രം നിശ്ചലമല്ലല്ലോ. നമ്മുടെ നാട്ടിലെ സ്ത്രീകളുടെ അവകാശങ്ങളെ എങ്ങനെയാണ് അങ്ങക്ക് ഇത്ര നിസ്സാരമായി കാണുവാൻ സാധിക്കുന്നതെന്നാണ് ഷുക്കൂർ വക്കീൽ ചോദിച്ചത്. അടിപൊളി ഒരു കമന്റ് അല്ലേ, എന്തായാലും പോസ്റ്റ് അല്ലേ, തീർച്ചയായിട്ടും അതുകൊണ്ടാണ് ഞാൻ വായിച്ചത്. ഇപ്പോൾ വേറൊരു കാര്യം കൂടി കേൾക്കുന്നുണ്ട്. ഈ ഐഷ പോറ്റിക്കെതിരെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ, വർഗവഞ്ചക എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര സൈബർ ആക്രമണം, മോശമായിട്ടുള്ള സൈബർ ആക്രമണങ്ങൾ നടത്തുന്നു എന്നാണ് പറയുന്നത്. ആരാണെന്ന് ഈ ആക്രമണങ്ങൾ നടത്തുന്നത്? സഖാക്കളാണ്. ഒരിക്കലും ഒരാളൊന്നും ഞാൻ കരുതുന്നില്ല. അത് ഈ അശ്ലീല കൂട്ടങ്ങൾ തന്നെയാണ്.
ഈ അശ്ലീല യൂത്ത് കോൺഗ്രസിന്റെ കൂട്ടങ്ങളും കോൺഗ്രസിനകത്തുള്ള ചില ആളുകളും ഒക്കെ അത്തരത്തിൽ ഐഷ പോറ്റിക്കെതിരെ പല രീതിയിൽ ആക്രമണങ്ങൾ നടത്തി, ഇതൊക്കെ സഖാക്കൾ നടത്തിയതാണെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമം നടത്തുകയാണ്. ഈ കനകോലുവിന്റെ ചില അറിയാവുണ്ടോ, ചില അശ്ലീല കുഞ്ഞുങ്ങളുണ്ട്, അവരെ പണിയാണ് ഇത് മുഴുവൻ. എന്തായാലും ഇതൊക്കെ ഈ നടക്കും. ഇനി വരും ദിവസങ്ങളിൽ ഇതിനേക്കാൾ വലിയ പല ഡ്രാമകളും ഒക്കെ എന്തായാലും കാണേണ്ടി വരും. എന്തായാലും ഇതിനിടയിൽ നമ്മുടെ ഐഷ പോറ്റിയെ പൊക്കി നമ്മുടെ വി ഡി സതീശൻ അടിച്ച ഈ പ്രതികരണം കൂടി ഒന്ന് കണ്ടോ. ആരും ചിരിക്കരുത് കേട്ടോ, ഒരു വല്ലാത്ത രീതിയിലുള്ള ഒരു പൊക്കിയടി തന്നെയാണ്. അപ്പുറത്തുള്ളപ്പോഴും ഞങ്ങളുടെ എല്ലാവരുടെയും മൂത്ത സഹോദരിയെ പോലെ എല്ലാവരോടും പെരുമാറിയിരുന്ന ഒരാളായിരുന്നു ശ്രീമതി ഐഷ പോറ്റി.